മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള അകമഴിഞ്ഞ താല്പര്യവും കൊണ്ട് സ്വന്തം വീട്ടുവളപ്പിനെ പച്ചപ്പിന്റെ സ്വർഗമാക്കി മാറ്റിയിരിക്കുകയാണ് നന്ദിക്കര സ്വദേശിനിയായ ഒരു റിട്ടയേർഡ് അധ്യാപിക. പ്രായം കൂടിയെങ്കിലും കൃഷിയോടുള്ള ആവേശം ഇന്നും അതേപോലെ തുടരുന്ന ഭാനുമതി ടീച്ചർ പലർക്കും പ്രചോദനമായി മാറുകയാണ്. നന്ദിക്കര പോങ്കൂത്ര കല്ലിക്കടവിൽ ഭാനുമതി അമ്മയുടെ വീട്ടിലെത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത് വീട്ടുമതിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന കാറ്റ്ഫ്ലോ പൂക്കളാണ്. അത് പിന്നാലെ കാണുന്നത് മുറ്റം നിറയെ പൂച്ചെടികളും പറമ്പ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കറി കൃഷിയുമാണ്. കോളിഫ്ലവർ, കോവയ്ക്ക, മത്തങ്ങ, തക്കാളി, പയർ, വിവിധയിനം ചീരകൾ തുടങ്ങി ഒട്ടനവധി പച്ചക്കറികളാണ് ഇവിടെ ജൈവ രീതിയിൽ വളർത്തുന്നത്. ഔഷധ സസ്യങ്ങളും മറ്റു കാർഷിക വിളകളും ചേർന്ന ഭാനുമതിയമ്മയുടെ പറമ്പ് ചെറിയൊരു കൃഷിത്തോട്ടമായി മാറിയിരിക്കുകയാണ്. വീട്ടുവളപ്പിൽ വീഴുന്ന ഇലകളും പച്ചക്കറി അവശിഷ്ടങ്ങളും ശേഖരിച്ച് സ്വയം തയ്യാറാക്കുന്ന പ്രത്യേക കമ്പോസ്റ്റാണ് ഈ കൃഷിയുടെ ശക്തി. വർഷങ്ങളായി ഒഴിവു സമയങ്ങളിലൊക്കെയും കൃഷിയിടത്തിൽ സജീവമായിരുന്ന ഭാനുമതി ടീച്ചറുടെ പരിശ്രമമാണ് ഈ പച്ചപ്പിന് പിന്നിൽ. 5 വയസ്സിൽ എൻ്റെ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അത് കാരണം അവിടെ അന്ന് ഇന്നത്തെ പോലെ കൃഷി ഓഫീസറും കൃഷിഭവനും ഒന്നുമല്ല, ബ്ലോക്കും ഗ്രാമസേവകനാണ്. അപ്പോൾ ഗ്രാമസേവകൻ വന്നിട്ട് നിങ്ങൾക്ക് പശുവുണ്ട്, ധാരാളം ചപ്പ് ചോറൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി കൃഷിയുള്ളതല്ലേ, അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ചൊരു വളം ഉണ്ടാക്കുകയും കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ കൂടുതൽ വിളവ് കിട്ടും എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ ആണ് അവിടെ. അപ്പോൾ അതിന് ബ്ലോക്കിൽ നിന്നൊരു സഹായം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറമ്പിലൊരു കുഴി ഉണ്ടാക്കി അപ്പോൾ ചപ്പ് ചോറും ചാണകമൊക്കെ ഇട്ട് അന്ന് മുതൽ വളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ബ്ലോക്കിലെ സഹായം എന്ന് പറഞ്ഞാൽ 25 രൂപയാണ് ഒരു കുഴി ഉണ്ടാക്കുന്നത്. പക്ഷേ അന്നത്തെ 25 ഇന്നത്തെ 25,000 തുല്യമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഉണ്ടാക്കി അത് പച്ചക്കറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കൂടുതൽ വിളവ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ തുടർന്ന് വന്ന് ഞാൻ പിന്നെ പഠിച്ച് TTC കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴും ഇവിടെയും ധാരാളം കൃഷിയുള്ള വീടാണ്. അപ്പോൾ ഇവിടെയും ആ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ പശുക്കളും മൂരികളും അതുപോലെ ചപ്പ് ചോറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളാണെങ്കിൽ എൻ്റെ ഭർത്താവാണ് ജോലിക്കിടയിലും വെണ്ടയും മത്തിയും കുമ്പളും എല്ലാം കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 40 വർഷത്തോളം പറമ്പിൽ സാധാരണ കുഴി ഉണ്ടാക്കി അതിൽ ചപ്പ് ചോറുകളൊക്കെ ഇട്ട് കുഴി കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കമ്പോസ്റ്റ് നിർമ്മാണം. പ്ലാസ്റ്റിക് മാലിന്യത്തെ പോലെ തന്നെ ജൈവ മാലിന്യത്തെ നമുക്കതിനേക്കാളും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള ബോധം ജനങ്ങളിലുണ്ടാക്കണം. പരമ്പരാഗതമായി കർഷക കുടുംബത്തിൽ ജനിച്ച ഭാനുമതി അമ്മയ്ക്ക് കൃഷിയുടെ ആദ്യ പാഠങ്ങൾ നൽകിയതും മാതാപിതാക്കളായ കോട്ടിലപ്പാറ നാരായണനും കാർത്യായനിയും തന്നെയാണ്. വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടും മണ്ണിനോടുള്ള ബന്ധം വിട്ടുകളയാൻ ഭാനുമതി അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഭർത്താവായ നാരായണനും കൃഷിയോട് താല്പര്യമുള്ള ആളായതിനാൽ വീട്ടുവളപ്പിൽ കൃഷി തുടരാൻ കൂടുതൽ പ്രോത്സാഹനം ലഭിച്ചു. മുപ്ലിയം ഗവൺമെന്റ് സ്കൂളിലും ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലും ഉൾപ്പെടെ വിവിധ സ്കൂളുകളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ഭാനുമതി ടീച്ചർ നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ കൃഷി ആരംഭിക്കുകയും ചെയ്തു. പാഠപുസ്തകത്തിലെ കൃഷിപാഠം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാട്ടിയ ടീച്ചറെ വിദ്യാർത്ഥികൾ ഇന്നും ഓർക്കുന്നത് മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച അധ്യാപികയായിട്ടാണ്. 31 വർഷത്തെ അധ്യാപക ജീവിതം അവസാനിച്ചെങ്കിലും കൃഷിയോടുള്ള ബന്ധം അവസാനിച്ചില്ല. നെൽകൃഷിയടക്കം വർഷങ്ങളോളം ചെയ്തിരുന്ന ഭാനുമതി അമ്മ പ്രായം 79ലേക്ക് കടന്നപ്പോൾ നെൽകൃഷിയുടെ ചുമതല മകനായ ഹരിക്ക് കൈമാറി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഗിരിയും വയനാട്ടിൽ അധ്യാപകനായ ഇന്ദ്രനുമാണ് മറ്റു മക്കൾ. നെൽകൃഷിയിൽ നിന്ന് മാറി നിന്നെങ്കിലും വീട്ടുവളപ്പിലെ കൃഷി ഇന്നും ടീച്ചർ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പറപ്പൂക്കര പഞ്ചായത്തിന്റെയും ഇരിങ്ങാലക്കുട ബ്ലോക്കിന്റെയും നെല്ലായി സാന്ത്വനം ട്രസ്റ്റിന്റെയും ആദരവും ഈ കൃഷി സ്നേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചില ഇക്കോ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്ന മുളക് തൈകൾ ഉൾപ്പെടെ പലതും ഭാനുമതി അമ്മയുടെ കൈകളിൽ നിന്നാണ് എത്തുന്നത്. കൃഷി അറിവുകൾ തേടി നിരവധി പേർ ഇന്നും ഈ അമ്മയെ തേടിയെത്താറുണ്ട്. ചിലയിടങ്ങളിൽ കൃഷി ക്ലാസുകളും എടുത്തു നൽകുന്ന ഭാനുമതി ടീച്ചർ പുതിയ കൃഷിരീതികൾ പഠിക്കാനും ശ്രമിക്കുകയാണ്. മണ്ണിനോടുള്ള ബന്ധം ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നുവെന്നാണ് ഭാനുമതി ടീച്ചർ പറയുന്നത്. സാമ്പത്തിക ലാഭം മാത്രമല്ല, മാനസിക ഉല്ലാസവും നൽകുന്ന ഒന്നാണ് കൃഷിയെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച് മണ്ണിനോടുള്ള സ്നേഹത്തോടെ പച്ചപ്പിനെ വളർത്തുന്ന ഭാനുമതി ടീച്ചറുടെ ജീവിതം പലർക്കും പ്രചോദനമാണ്. സ്വന്തം വീട്ടുവളപ്പിനെ കൃഷിയിലൂടെ സമൃദ്ധമാക്കിയ ഈ അമ്മയുടെ പരിശ്രമം പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതത്തിന്റെ മനോഹര മാതൃകയായി മാറുകയാണ്. 31 കൊല്ലം കുട്ടികൾക്ക് അറിവ് പകർന്ന ടീച്ചർ ഇന്നും ഒരു നാടിനാകെ അറിവ് പകരുകയാണ്.
ഓരോ വനിതാ ദിനവും കടന്നു പോകുമ്പോഴും നാം അനുകരിക്കേണ്ടതും ആദരിക്കേണ്ടതും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ്. ദേവി നന്ദനൻ, NCTV ന്യൂസ്.